ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ മോഡുലാർ ടൈപ്പിൽ പല ടൈപ്പുള്ള സ്വിച്ചുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു സ്വിച്ചുകളിലൊന്നാണ് എല്ലീസിൻ്റെ ടൈപ്പ്. എല്ലീസിൻ്റെ വരുന്നുണ്ട്, ഹൈഫൈ വരുന്നുണ്ട്, ലെഗ്രാൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ വരുന്നുണ്ട്, GM വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് കമ്പനികൾ വരുന്നുണ്ട്. ഇത് എല്ലീസിൻ്റെ മോഡൽ സ്വിച്ചാണ് വരുന്നത്. അതിൻ്റെ മോഡൽസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് ആ മോഡൽ വരുന്നത്. ഇതിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. ഇത് നല്ല ഹാർഡായിട്ട് വരുന്ന മെറ്റീരിയലാണ്. അതായത് സ്വിച്ചുകളെല്ലാം തന്നെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് സ്വിച്ചുകളാണ് വരുന്നത്. അതായത് സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റിയിരിക്കും. നല്ല ഒരു എന്താ പറയുക, ഒരു സാധാരണ സ്വിച്ചിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. സാധാരണ സ്വിച്ചുകളും പ്ലഗുകളും ആണെങ്കിലും നമ്മൾ ചില കമ്പനികളുടെയൊക്കെ നമ്മൾ പ്ലഗിൽ ഇപ്പോൾ ഈ പ്ലഗ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ചില സ്വിച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊബൈലിൻ്റെ ചാർജറോ കാര്യങ്ങളോ പ്ലഗിൽ കുത്തിയതിന് ശേഷം ചാർജർ ഊരിയെടുക്കുന്ന സമയത്ത് ആ പ്ലഗ് ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ഒടിഞ്ഞ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ സിസ്റ്റം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഹൈ സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോക്കുകളാണ്. സ്വിച്ചുകളുടെ ആണെങ്കിലും പ്ലഗ് സോക്കറ്റിന് വേണ്ടിയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോക്കുകൾ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക് കണ്ടോ, പ്ലഗിന് കൊടുത്തിരിക്കുന്ന 4 ലോക്ക് കൂടാതെ തന്നെ ഇതിപ്പോൾ സ്വിച്ചിൻ്റെ ലോക്കാണ് കാണുന്നത്. സ്വിച്ചിന് ബാക്കിലും ഏറ്റവും താഴെയും മുകളിലായിട്ട് 2 ലോക്കിംഗ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ നല്ല ഹൈ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു ശരിക്കും നല്ല പിടുത്തമുണ്ട്. ചില കമ്പനികളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ സ്വിച്ച് പുറത്തേക്ക് പോകുന്നതായിട്ട് ലോക്ക് ഒടിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി പ്ലഗിൻ്റെ നോക്കിയാൽ തന്നെ സെപ്പറേറ്റ് കാണാൻ സാധിക്കേണ്ട 4 ലോക്ക്, താഴെ 2 മുകളിൽ 2 കൂടാതെ സെൻറ്ററിൽ ഒരു ലോക്ക് കൂടി ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡും ഉണ്ട്. അങ്ങനെ ടോട്ടൽ വരുന്നത് ആ ഒരു 6 ലോക്ക് ഒരു പ്ലഗ് സോക്കറ്റിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ ചാർജർ അഡാപ്റ്റർ നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് ആ ഉൾപ്പെടെ, അതായത് ആ പ്ലഗ് സോക്കറ്റ് ഉൾപ്പെടെ, ഇപ്പോൾ ഈ കാണുന്ന പ്ലഗ് സോക്കറ്റ് ഉൾപ്പെടെ ഒന്നിച്ചാണ് പുറത്തേക്ക് പോരാറ്. അപ്പോൾ അതങ്ങനെ വരുന്ന ചില കമ്പനികളുടെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹൈലി സ്ട്രോങ് ആയിട്ട് രീതിയിൽ ലോക്കിംഗ് സിസ്റ്റം പക്കയായിട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ശരിക്കും നല്ല സ്ട്രോങ് മെറ്റീരിയൽ പോലെയാണ് നമുക്ക് ഓരോ സ്വിച്ചുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തായാലും എല്ലീസ് അതിൻ്റെ കമ്പനീസ് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ട്, ഇതിപ്പോൾ നമ്മളൊരു പാനലാണ് വന്നിരിക്കുന്നത്. 8 മോഡ്യൂളാണ്. 8 മോഡ്യൂൾ എന്ന് വെച്ചാൽ 8 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന ഷീറ്റാണ് വന്നിരിക്കുന്നത്. അത് 8 മോഡ്യൂൾ വരുന്നത്. അതുപോലെ തന്നെ പല മോഡ്യൂൾസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് മോഡുലാർ ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ രീതിയിലുള്ള നെറ്റ് ബോൾട്ട് അല്ലെങ്കിൽ സ്ക്രൂ ടൈപ്പിനേക്കാൾ ബെറ്റർ മോഡുലാർ ടൈപ്പ് തന്നെ സിമ്പിളായിട്ട് എന്നാൽ റേറ്റ് കുറച്ച് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി വരുന്ന ഞാൻ പറഞ്ഞ അതിൻ്റെ എക്സ്ട്രാ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന എക്സ്ട്രാ പ്ലേറ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പ്ലേറ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ഔട്ടർ പ്ലേറ്റ് കൊടുക്കുന്നത്. ഔട്ടർ പ്ലേറ്റ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലേസിങ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞ് ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കയറി താമസിക്കുന്നതിന് മുന്നേ മാത്രമേ നമ്മൾ ആ പ്ലേറ്റ് ഇട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.